കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയല്ലേ, നമ്മളും സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിലാട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അതേപോലെ ഇന്ന് ഇൻട്രോ പറയാൻ നമ്മുടെ ആവണിക്കുട്ടി കൂടിയുണ്ട്. അപ്പോൾ ആവണിക്കുട്ടി ഇത്ര നേരം നമ്മുടെ ഈ മുറ്റത്ത് കൂടെ ഓടി ചാടി കളിക്കുമായിരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ നേരപ്പോൾ ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ വരാനും അതേപോലെ തന്നെ ആൾക്ക് സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ, ഹായ് 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 പറഞ്ഞേ, ഹായ്. ആവണിക്കുട്ടി എന്തായിരുന്നു ഇത്ര നേരം പരിപാടി? ആവണിക്കുട്ടിയുടെ പുതിയ മാല കാണിച്ചു കൊടുക്കേ. ഈ ഒരു മാല അവൾക്ക് കിട്ടിയതിന് ശേഷം അവൾ ഊരുന്നേ കേട്ടോ, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. മാല ഇഷ്ടമായോ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറ, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ ഹായ് പറ, ഹായ് ഹായ്. അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് കണ്ടാലോ? ഹായ് ഹായ് ഉണ്ടോ? ഹായ് ഉണ്ടോ? ഹായ് നമ്മൾ വഴിയെ കൊടുക്കും അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഒരു ആന്തൂറിയത്തിൻ്റെ തൈയാണ് ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 2 വർഷത്തിൻ്റെ മേളിലായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രോ ബാഗിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ അവസ്ഥ നോക്ക്. അപ്പോൾ 2 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ നമ്മുടെ ഗ്രോ ബാഗിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡൊക്കെ പൊട്ടി നമ്മുടെ ആ ഒരു ആന്തൂറിയത്തിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് കുറേ മുളകളൊക്കെ പുതിയത് വന്നിട്ട് അതിൽ കൂടി നമുക്ക് പുതിയതായിട്ടുള്ള കുറച്ച് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ ഇതേപോലെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു പുതിയ പ്ലാന്റും അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു കവറൊക്കെ ഫുള്ളായിട്ട് തന്നെ പോയല്ലോ. അപ്പോൾ പിന്നെ നമുക്കിതിൽ എന്തായാലും വളങ്ങളോ എന്തെങ്കിലും പോട്ടി മിക്സറോ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാന്റിനൊന്ന് പറിച്ച് നടണം. അതായത് ഇപ്പോൾ പുതിയതായിട്ടൊരു ഇത് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു പഴയ ആ ഒരു പ്ലാന്റിനെ മുറിച്ച് നടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് നേരെ ഒന്ന് സേഫ് ആയിട്ട് നടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുക്കുവാണ് ഇത്. അതൊക്കെ ആ ഒരു ചെടിയുടെ വേരൊന്നും അധികം ഇളകാത്ത രീതിയിൽ എടുക്കുവാണ്. നമ്മുടെ പ്ലാന്റ് ഇവിടെ നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. പ്ലാന്റ് മാത്രമല്ല കേട്ടോ, അതിലേക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നോക്ക്, ഈ ഒരു നമ്മളിത് വെള്ളമൊക്കെ എടുക്കുന്ന പാത്രമാണ്. അപ്പോൾ കണ്ടവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണുന്നത് എന്താണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് മുറിച്ചിട്ട് താഴേക്ക് നമുക്ക് പ്ലാന്റ് നടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് മുറിക്കണം. അപ്പോൾ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് ആക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്തിയൊക്കെ വെച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറില്ലല്ലോ. ആക്സോ ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് 2 സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓരോക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുറിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ പോട്ടിംഗ് മിക്സർ. അപ്പോൾ ആ പോട്ടിംഗ് മിക്സറൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മണ്ണ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ചകിരിച്ചോറ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിത് ആ ചകിരി വേറെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നല്ല വഴിയെ കാണാം. അതേപോലെ തന്നെ ഇതിൽ ഞാൻ വേറെ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇതെല്ലാം പാടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചകിരി നമ്മുടെ ഇവിടെ തന്നെ തേങ്ങയൊക്കെ പൊതിക്കുന്ന ചകിരി ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ നടുമ്പോൾ ഇതും അത്യാവശ്യമാണ്. അപ്പോൾ അതെന്തിനാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ചകിരിയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ പണി അങ്ങ് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ആക്സോ ബ്ലേഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളകുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ റിസ്ക് ആയിരിക്കും. നോക്കി നോക്കാം എന്താ അവസ്ഥ. ആ ഒരു ചെറിയ ഭാഗം ഒന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് പെട്ടെന്ന് കട്ടായി കിട്ടും. കട്ട് ചെയ്ത് 2 ഇതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ എന്താ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അതിന് മുന്നേ നമുക്ക് അവിടെ ഇപ്പോൾ വന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗ്രോ ബാഗിൻ്റെ ആ ഒരു സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പോട്ടി മിക്സർ ഇടാനും മണ്ണൊക്കെ പിന്നീട് ചെയ്യാനൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ.
അതായത് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഹോൾ ഇടണം കേട്ടോ. അപ്പോൾ ഒന്നല്ല, ഒരു 3 ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാലും നമുക്ക് ഇത് ചെടിയൊക്കെ നട്ടു കൊടുത്താൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന ടൈമിൽ എല്ലാം ഹോൾ ഇടാതെയാണ് നമ്മളിപ്പോൾ ചെടി നടാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയാൽ പോലും അത് തന്നെ നിൽക്കുമ്പോൾ ചെടിക്ക് ചിലപ്പോൾ അത് പിന്നീട് പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കി വെള്ളമൊക്കെ കൂടെ പോകുമല്ലോ. അപ്പോൾ എന്തായാലും സേഫായിട്ട് നമുക്ക് 3 ഹോൾ ഇടാം. ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഒഴിച്ചിടാൻ പറ്റിയ ഒരു സംഭവമാണ്. നമുക്ക് ഈ ഒരു പപ്പടം കുത്തിയൊക്കെ നമുക്ക് സദ്യക്കൊക്കെ പ്രത്യേകിച്ച് ഇടാം. അപ്പോൾ എന്തായാലും ഈ ഒരു പപ്പടം കുത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു മോനേക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ ഒരു അറ്റം ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ലാമ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഒരു ഈവനിങ് ടൈം ആയല്ലോ. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു കാറ്റ്. നല്ല തണുത്ത കാറ്റാണ്. ആ വെയിലിൻ്റെ ശക്തിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റായതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ നല്ല നട്ടുച്ചയ്ക്കൊന്നും നടരുത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നടാൻ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെടി നല്ല രീതിയിൽ തന്നെ റെഡി ആയി കിട്ടും. കാരണം വെയിലിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈം കൂടിയാണല്ലോ. അപ്പോൾ ചെടിയൊന്നും വാടാതെ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി വൈകുന്നേരം ആയി തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ രാത്രിത്തെ ഒരു തണുപ്പൊക്കെ ആകുമ്പോഴത്തേനും രാവിലെ ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിന്നോളൂ. ഇതാ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പപ്പടം കുത്തിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹോളുകൾ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഹോൾ ഇടാൻ നോക്കിയിട്ട് ഹോൾ അത്രയ്ക്ക് ആവുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു താഴ്ഭാഗമാണെങ്കിലൊക്കെ നല്ല രീതിയിൽ കട്ടിയുണ്ട്. ഈ ഒരു ഭാഗത്തിനെക്കാളും കട്ടി ഈ ഒരു താഴ്ഭാഗത്തിനുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പപ്പടം കുത്തി ഉള്ളിലേക്ക് അങ്ങ് കയറി പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ചീറ്റി പോയതാണ് ഗൈസ് കാണുന്നത്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് നോക്കേണ്ടി വരും. അപ്പം നമ്മുടെ ആ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് വർക്കായില്ലോ. അതുകൊണ്ട് നമ്മളിതാ ഒന്ന് ഐഡിയ മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് സൈഡിൽ കൂടെ ഇത് അങ്ങനെ വരഞ്ഞ് ചെറിയ ഒരു ഹോളാക്കി എടുത്തിട്ട് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും പോകില്ല, എന്നാൽ അധികമായിട്ടുള്ള വെള്ളം അത് കൂടെ പോവുകയും ചെയ്യും. എന്താ ഹോൾ ഇടലിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 4 ഹോളാട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ട് 4 സൈഡിലായിട്ട് ഓരോ ഹോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പരിപാടി നമ്മൾ എടുത്തുള്ള ചകിരി ഉണ്ട്. അപ്പോൾ ഞാൻ ചകിരി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത്. അതായത് കഷ്ണം മീൻസ് ചെറിയ ഒരുപാട് കട്ടിയുള്ള വലിയ ചകിരി എടുക്കേണ്ടത്. ഈ ഒരു ലെവലിലൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ചെറുതാക്കാം. തൽക്കാലം ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുതാക്കി വെച്ച് കൊടുക്കുവാണേ. നമുക്ക് നേരെ ഒന്ന് വെക്കാം. അങ്ങനെ എന്താ ചകിരിയൊക്കെ നമ്മൾ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് ചകിരി എടുത്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഈശ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചകിരി വെച്ച് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ആ ഒരു ചെടിക്ക് ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചകിരി വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ആന്തൂറിയാണല്ലോ, അത്യാവശ്യം വെള്ളമൊക്കെ വേണ്ട ഒരു ചെടി തന്നെയാണ് ആന്തൂറിയൊക്കെ. വെള്ളം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ചകിരിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചകിരി ആന്തൂരി നടന്ന ഒരു പോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ചകിരി നല്ല രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി കാണാം. നമുക്ക് ഈ ഒരു ചകിരിയുടെ ലെവലിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സർ ഇതുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറിയൊരു തൂമ്പയാട്ടോ, അത് കൈത്തൂമ്പയാണേ. അപ്പോൾ ഇത് വെച്ചിട്ടിടാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. കുറച്ച് അടുത്തേക്ക് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ടാണ് ഇടുന്നത്. ഒരുപാട് ഇടണ്ട, ആ ഒരു ലെവലിൽ മാത്രം ഇട്ടാൽ മതി. നമുക്കൊന്ന് ഉള്ളൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സംഭവം കൊണ്ട് ഇത് നമുക്ക് നമ്മുടെ പയർ വിത്ത് അതേപോലെ തന്നെ ബീൻസ് വിത്തൊക്കെ നടാൻ വേണ്ടി അടിപൊളിയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അറ്റത്തിൽ ചെറിയ കൂടുതൽ സംഭവമുണ്ട്. അത് വെച്ച് നമുക്കിപ്പോൾ പയർ വിത്തും ബീൻസ് വിത്തൊക്കെ നമ്മൾ ചെറിയ കുഴി ഇട്ടിട്ടാണോ നടുക. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്ക് വലിയ തൂമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചെറുതാകുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അധികം മടുത്തു പോകുന്നു പോകും. നമ്മൾ വലിയ തൂമ്പ് കൊണ്ട് കളിക്കുമ്പോൾ എത്രയാണ് പെട്ടെന്ന് തന്നെ മടുത്തു പോകും. അപ്പോൾ നമുക്ക് ചെറിയ കുഴികൾ പെട്ടെന്ന് കുഴിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന മണ്ണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ കാടൊക്കെ ചെറിയ കാടുകളൊക്കെ നമ്മുടെ ഈ ഒരു പൂച്ചെടിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് ചെത്താൻ വേണ്ടി അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും
നമ്മുടെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിന്റെ 4 സൈഡിലായിട്ട് നമുക്ക് ചകിരി, നമ്മൾ എടുത്ത ചകിരി തന്നെ കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. വലിയ ചകിരിയൊക്കെ എടുത്ത് മേലെ ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നേരെ ഉറപ്പിച്ച് വെക്കാം. ഇതാ ചകിരി നമ്മൾ 4 സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ പ്ലാന്റ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഇരിക്കുക. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഡയറക്റ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചെറുത് നിന്ന് പുതുതായിട്ട് പൊട്ടി മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം. ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബലം കിട്ടും ആ ഒരു മുറിക്കുന്ന ഒരു ടൈമിൽ തന്നെ. അങ്ങനെതാ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കി ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടിയും ചെറിയ തൈകൾ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ആ ഒരു ചകിരിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ചകിരിയുടെ ആ ഒരു ചകിരിച്ചോറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിലിങ്ങനെ പിടിച്ചിട്ടാണ് ആ ഒരു വേരുകളൊക്കെ എന്നെ ചുറ്റി പടർന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേരും നമ്മുടെ ചകിരിയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിന്നെടുക്കാം. ആ ഒരു വേര് മുറിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം ഇതാണ്. ആ ഒരു ചകിരിച്ചോറ് നല്ല രീതിയിൽ തന്നെ പറ്റി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വളരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യം കിട്ടും. അത് ഉഷാറായി വന്നോളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ ഒരു ഇലകളുടെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു തണ്ട് ഇതേപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കളയാം. മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടേ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് ഈ ഒരു ഇലയും കളയാം. നമ്മളിപ്പോൾ ആ ഒരു ചെടിയുടെ കുറച്ച് ഭാഗമാണല്ലോ മുറിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വേരുകൾ ഇനിയും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇനി ഒരുപാട് തൈകൾ ഇനിയും പൊട്ടി മുളച്ചോളും. എന്തായാലും ഈ ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എപ്പോഴും പ്ലാന്റ് സെൻറ്ററിൽ വരുന്ന ഏതൊരു ചട്ടിയിലാണെങ്കിൽ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണേൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴല്ലേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണെങ്കിൽ കറക്റ്റ് ആ ചോട്ടിലേക്ക് എത്തും. അങ്ങനെ പ്ലാന്റൊക്കെ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചുറ്റും ഒന്ന് മണ്ണിട്ട് കൊടുക്കാം. സോറി, മണ്ണല്ല, നമ്മുടെ പോട്ടിംഗ് മിക്സറാണേ, നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആ ചകിരി ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ നമ്മൾ പ്ലാന്റും വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പോട്ടിംഗ് മിക്സറൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ വേനൽക്കാലമാണ്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ എത്ര നനച്ചു കൊടുത്താലും ചെടി നമുക്ക് വാടിയ രീതിയിലായിരിക്കില്ല കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നട്ടു കൊടുത്തതിൻ്റെ മേളിൽ ആ ഒരു പോട്ടിംഗ് മിക്സർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വേനൽക്കാലത്ത് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഈർപ്പം നിന്നോളൂ എപ്പോഴും. പിന്നെ അടിയിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണല്ലോ ചകിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സുകളും നമ്മൾ വായിക്കാറുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഗാർഡൻ വീഡിയോസും അതുപോലെ തന്നെ കൃഷി വീഡിയോസ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ കമന്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏതൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അതിന് വെള്ളം ഒഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതാ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. റൗണ്ടിൽ തന്നെ ഉള്ളിലേക്കൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. മേളിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ ആ ഒരു നല്ല രീതിയിൽ തണുപ്പുണ്ടാവും ആ ഒരു ചെടിക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണം. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.